ഹായ് ഫ്രണ്ട്സ്, കിനോ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് ആണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊരു കവായ് ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. കവായ് സ്റ്റിക്കറിൻ്റെ ബ്ലൈൻഡ് ബാഗാണ്. അപ്പം ഇല്ലാത്തവർ വിഷമിക്കണ്ട. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, നല്ല ക്യൂട്ട് പിക്ചേഴ്സ് വെച്ചിട്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കും. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സ്റ്റിക്കറിൻ്റെ നമ്മൾ കവായ് സ്റ്റിക്കറില്ല, അതിൻ്റെ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. മുറിച്ചതല്ല കേട്ടോ, ഇതിങ്ങനെ ഷേപ്പാക്കി നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇതേപോലെ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഈ കണ്ടോ ഈ ബോബ ചെയ്തെടുത്ത പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ചെയ്തെടുക്കും. ഞാൻ എന്തായാലും ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കവായ് സ്റ്റിക്കറിന് കൊടുക്കും. കണ്ടോ, ഇതേപോലെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ബ്ലൈൻഡ് ബാഗിന് എഴുതി കൊടുക്കും. ഇതേപോലെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇതേപോലെ ഉണ്ടാകും. ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് താഴെ കൊണ്ടുപോയിട്ട് അതിൽ കവായ് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ക്യൂട്ടാണ്. നമുക്ക് ഈ ലൈറ്റ് പിങ്ക് എന്നിട്ട് നമ്മളിത് ഡെക്കറേറ്റ് ക്യൂട്ടെന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന കുറച്ച് കളേഴ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയുമാണ്. പിന്നെ നമുക്ക് ഗ്രീനും കൂടി ചെയ്യും. നമുക്ക് ഇതേപോലെ മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കളർ കിട്ടി. എന്നിട്ട് നമ്മൾ ഇത്രയും ചെയ്തു നമ്മളെ കയ്യിൽ കവായ് സ്റ്റിക്കർ ഉണ്ട്. ഇതിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കർ എടുക്കും. ഇതേപോലത്തെ ആണ്. അപ്പോൾ എടുത്തിട്ട് ഗൈസ് ഇതേപോലത്തെ സാധനം ഞാൻ ഉണ്ടാക്കിയത് സ്റ്റിക്കർ പീലിംഗ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ചൊന്ന് നിങ്ങൾ സ്റ്റിക്കറില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാത്ത പോകരുത്. ഇതിന് സ്റ്റിക്കർ തന്നെ വേണമെന്ന് വെച്ചൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അടുത്തായിട്ട് അത് ചെയ്യും. നിങ്ങൾക്ക് എത്ര ക്യൂട്ടാക്കാൻ അത്ര ക്യൂട്ട് ചെയ്യാം. ഞാൻ ഇത്രയും ക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് പരിപാടിയിലേക്ക് എടുക്കാം.
ഗൈസ് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു, എന്താ കാണിച്ചത്. നമ്മളിങ്ങനെ മുറിക്കുന്ന സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് സ്ക്വിഷിയാണ്. അപ്പോൾ സ്ക്വിഷി ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേരുടെ പ്രശ്നമാണ്. എനിക്കുണ്ടായിരുന്ന പ്രശ്നം മറ്റേ കോട്ടൺ ഇല്ല, നമ്മുടെ പഞ്ഞി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ ബ്ലൈൻഡ് ബാഗോ സ്ക്വിഷോ ഒന്നും ഉണ്ടാക്കാറില്ല. ബട്ട് അതിന് നല്ല റീസണാണ് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ചന്തയിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കൂട്ട കവർ, അതിൽ നമുക്ക് സ്ക്വിഷി ഉണ്ടാക്കാം. ഗൈസ് പറയാൻ മറന്നത്, ദിസ് ഈസ് മൈ കൊട്ടബൊമ്മൻ. വിളിക്കുന്നത് ബൊമ്മ എന്നാണ്. ഗൈസ് ഇതാണ് എൻ്റെ ടേബിളിൻ്റെ കോലം എന്ന് പറയുന്നത്. പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ല. എനിക്കെന്തായാലും അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കും. യെസ്, ഇത് എന്നെ ഒട്ടിച്ചിട്ട് കാണാം. യെസ്, ഇത് ഇവിടെയും ഗ്ലൂ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടോ, ഇവിടെ മീത്തൊരു ഹോൾ ഉണ്ടാക്കും. ഇത് നമ്മൾക്ക് പിന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടയ്ക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യാം. നമ്മൾക്ക് ഇതിനു വേണ്ടി മാത്രം മതി ഷീറ്റ് പേപ്പർ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ടത്തെ, അതൊക്കെ എടുത്താലും മതി. സ്കൂളത്തെ കഴിഞ്ഞല്ലേ ഇപ്പോൾ, അതിൻ്റെ നോട്ട്സ് ബുക്ക് ഉണ്ടാവും, അതെടുത്താൽ മതി. നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും. ഇത്രയൊന്നും ഹൈറ്റ് വേണ്ട. നമുക്കിത് ഇതേപോലെ നോക്കാം. ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, അതുകൊണ്ട് അത് അവിടെ ആയിക്കോട്ടെ. നമുക്ക് ഇവിടെയും ഗമ്മ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ ഇതേപോലെ ഒട്ടിട്ടുണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ സാധനം ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കൊണ്ട് മൂടി കൊടുക്കാം. നമ്മുടെ സാധനം എന്തായാലും സെറ്റായി. നമ്മുടെ ഫസ്റ്റത്തെ സാധനം നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം. നമ്മൾ ഫസ്റ്റ് അത് സാധനം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കാം.
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ ഇതേപോലത്തെ നിങ്ങൾ പഠിക്കുമ്പോൾ എടുക്കുന്ന ഇതേപോലത്തെ ബോർഡില്ലേ അതേപോലത്തെ ഇതെൻ്റെ സ്കൂളത്തെ കാണട്ടോ. അപ്പോൾ അതെടുക്കാം കണ്ടോ, നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് കീറി കൊടുക്കാം. ഇതേപോലെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതേപോലെ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാധാ സ്റ്റിക്കറിനായിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ബ്ലാങ്ക് ഉണ്ടായത് പോകും. ഇവിടെ നിന്ന് ഒട്ടിച്ചെടുത്ത ബ്ലാങ്ക് പോകും. ഇത് ഉദ്ദേശിച്ചത് നമ്മൾ ജേർണൽസൊക്കെ ഉണ്ടാക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. ബാക്കിൽ ഇതേപോലെയാണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് ഗവൺമെൻറ് വെച്ചിട്ട് ഒട്ടിക്കാൻ സിമ്പിളായിരിക്കും. പിന്നെ നിങ്ങൾ എന്താണ് ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കും. പിന്നെ ടിഷ്യൂൻ്റെ ഡബിൾ സൈഡ് ടാപ്പ് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വാങ്ങണം. അപ്പം നമുക്കിതും ഒരു പാക്കറ്റിലാക്കിയിട്ട് ഇടാം. എല്ലാം അങ്ങനെ ഇട്ടോ. അപ്പം ഇതും സെറ്റായി. അങ്ങനെ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഇതാണ് കേട്ടോ. ഇത് ബാഗിൽ കുത്തുന്ന സാധനമാണ്. നമുക്കിതുണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ മുമ്പോട്ട് ചെയ്ത പ്രോസസ്സ് തന്നെ തുടർച്ചയായി ചെയ്താൽ മതി. ഈ 3 എണ്ണം ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഗൈസ് ഇതേപോലത്തെ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കാം കേട്ടോ, എനിക്ക് മടിയാണ്. പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ചിക്കൻസ് ഉണ്ടാക്കാൻ പറ്റും, അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതേപോലത്തെ 3 എണ്ണം ഉണ്ടാക്കി. പർപ്പിൾ, പിങ്ക്, ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മുടെ പിന്ന് വേണം, അതെടുത്തിട്ട് വരാം. കണ്ടോ, ഇതേപോലെ 3 പിന്നാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ടാപ്പ് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, എന്തായാലും കാണും. അതിലാണ് നമ്മളെ പരിപാടി. ഈ 3 സാധനങ്ങൾ മതി നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, അത് സ്ക്വിഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാറ്റ് പോകുന്നുണ്ട്. പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു, ഒട്ടിച്ചു കൊടുക്കാം. Oh my god guys, അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗമ്മിലും മൂടിക്കൊടുക്കാം. ഇനി ഗൈസ്, നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇതാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ബ്ലൂ എടുത്തിട്ടുണ്ട്, പിങ്ക് എടുത്തിട്ടുണ്ട്, പിന്നെ യെല്ലോ ആണ് നമുക്ക് വേണ്ടത്. ഗൈസ്, യെല്ലോ കളർ യെല്ലോ കളർ തപ്പ. യെല്ലോ കളർ കിട്ടി. അലങ്കാര പരിപാടി. ഇനി നമുക്കിതിൽ എപ്പിക്, റെയർ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനവും ഇതിലേക്ക് ഇടാം. 1
ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പം ബൈ ബൈ. ഇനി ഇതേപോലെ എൻ്റെ വീഡിയോസ് നോക്കട്ടോ. ഇതേപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്തത് ഞാൻ ചെയ്യുന്നതായിരിക്കും.